ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകൾ കൈക്കൊള്ളേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിനായും അവ ക്രോഡീകരിക്കുന്നതിനായും സെക്രട്ടറിമാരുടെ യോഗം വകുപ്പ് മന്ത്രി 19/1/2024 തീയതിയിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട ശുപാർശകളുമായി നടപടി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി 22/8/2024 തീയതിയിലും യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. കൂടാതെ ജസ്റ്റിസ് റിട്ടയർഡ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് അഭിപ്രായങ്ങൾ സമർപ്പിക്കുവാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറി, പൊതുഭരണ വകുപ്പ് സെക്രട്ടറി എന്നിവർ അംഗങ്ങളായും സർക്കാർ ഉത്തരവ് 993/2024 പ്രകാരം നമ്പറായി 2/3/24 തീയതി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റി കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന് കമ്മീഷൻ ശുപാർശകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. 2/1/25 പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ നടന്ന യോഗത്തിൽ മന്ത്രിതല അംഗീകാരത്തോടെ ലഭ്യമാക്കിയ വകുപ്പുകളുടെ ശുപാർശകൾ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അവലോകനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 17/2/25 ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചിരുന്നു. JB കമ്മീഷൻ ശുപാർശകളുടെ തുടർ നടപടിയിൽ നല്ല പുരോഗതിയാണ് ഉള്ളതെന്ന് യോഗം വിലയിരുത്തി. 152 ശുപാർശകൾ വിവിധ വകുപ്പുകളിലെ നടപ്പിലാക്കി കഴിഞ്ഞവയാണ്. മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി വരേണ്ട 11 ശുപാർശകളുണ്ട്. മന്ത്രിസഭ പരിഗണിക്കേണ്ടി വരുന്നതും കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യേണ്ടവ എന്നിവയ്ക്ക് പുറമെ നടപ്പാക്കാൻ പറ്റാത്ത ശുപാർശകളുണ്ട്. ഇവ തരംതിരിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് ക്രോഡീകരിച്ച് പട്ടിക തയ്യാറാക്കാനും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എടുക്കേണ്ടവ കാലതാമസം കൂടാതെ സമർപ്പിക്കാനും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെക്രട്ടറിമാർ വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ ബന്ധപ്പെടാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങൾ താമസം വിനെ പൂർത്തീകരിച്ച് കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സർ, 2 വർഷമായി സർക്കാരിന്റെ കയ്യിൽ കിടക്കുന്ന ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, അതിന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഉൾപ്പെടെ എന്ന് സഭയിൽ വെക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 284ഓളം ശുപാർശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ 111ഓളം ശുപാർശകൾ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞുണ്ട് സർ. ഇനി കേന്ദ്ര ഗവൺമെന്റുമായി നിയമനിർമ്മാണം നടത്തേണ്ട ചില കാര്യങ്ങളാണുള്ളത്. ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കുന്നതിന് ആവശ്യമായുള്ള സമയം ഇതിനുണ്ട്. പക്ഷേ അടിയന്തരമായി ക്യാബിനറ്റിൽ വെക്കേണ്ട ശുപാർശകൾ ക്യാബിനറ്റിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ക്യാബിനറ്റിൽ എത്തുന്നതാണ്.